ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. ഇത് ഞാൻ പറയുന്നതല്ല, മനഃശാസ്ത്രം പറയുന്നതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. ഒരിക്കൽ ഒരു വലിയ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ MBA വിദ്യാഭ്യാസം പൂർത്തിയായ 2 ചെറുപ്പക്കാർ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അവർ സെലക്ഷനായി. അങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവായി അവരെ തിരഞ്ഞെടുത്തു. ഈ 2 പേരെയും ഒരു ദ്വീപിലേക്ക് അയക്കുക. ആ ദ്വീപിൽ വിട്ട് അവിടുത്തെ ചെരുപ്പിൻ്റെ ഒരു ബിസിനസ് എങ്ങനെ നടക്കാമെന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വിടുക. ഒരേ സമയത്തല്ല, ഒരേ ദിവസവുമല്ല ഇവരെ അയക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു ചെറുപ്പക്കാരനെ വിട്ടു. അവൻ ആ ദ്വീപിൽ ചെന്നു, കുറേ ദിവസങ്ങൾ അവിടെ താമസിച്ചു. ഒരു അറ്റം മുതൽ അവൻ പഠിക്കാൻ തുടങ്ങിയവർ അവന് മനസ്സിലായ ഒരു കാര്യം, ആ ദ്വീപിലുള്ള ആരും തന്നെ ചെരുപ്പോ ഷൂവോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു തീരുമാനമെടുത്തു. കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് കാരണം? ഈ ദ്വീപിൽ ഒരാൾ പോലും ചെരുപ്പോ ഷൂവോ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു ചെരുപ്പ് വിൽപ്പന ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് കമ്പനിയിലേക്ക് പോയും അവർ പറഞ്ഞു തിരിച്ചു പോന്നോളാൻ പറഞ്ഞു. അവർ കമ്പനി തിരിച്ചു ചെന്നു. എന്നാൽ അടുത്ത ചെറുപ്പക്കാരനെ വിടുകയാണ്. അവൻ അവിടെ വന്നു. ഇതുപോലെ തന്നെ അവൻ കുറേ ദിവസങ്ങൾ പഠിച്ചതിന് ശേഷം അവന് മനസ്സിലായി ഇവിടെ ഒരാൾ പോലും ചെരുപ്പോ ഷൂവോ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ചെരുപ്പിടിയിപ്പിക്കാൻ പറ്റുമെന്ന് അവൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ടായി. അവൻ കമ്പനിയിലേക്ക് വിളിച്ചു, ഈ കാര്യം അവിടെ അറിയിച്ചു. ഇവിടെ ഇതുവരെയും ഒരു കമ്പനിയിൽ നിന്നും ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു സാധ്യത കിടപ്പുണ്ട്. നമുക്ക് സ്ലോവിലി ഇവരെ കൊണ്ട് ഷൂവോ ചെരുപ്പോ ഒക്കെ ഇടിയിപ്പിച്ച് നമ്മുടെ ബിസിനസ് വളരെ വലുതാക്കാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞു. ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അവനെ കമ്പനി അറിയിച്ചു. ഉടനെ തന്നെ കമ്പനി യാതൊരു മടിയും കൂടാതെ അവിടെ വരികയും ആ ബിസിനസ് വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും അവിടെയുള്ള എല്ലാവരെ കൊണ്ടും ഷൂവോ ചെരുപ്പോ ഒക്കെ ഇടിയിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരന് ജോലിയിൽ നല്ല ഉന്നതി ലഭിക്കുകയും ചെയ്തു. ഇത് 2 പേരുടെ ആറ്റിറ്റ്യൂഡാണ്. ഒരാൾ പറയുന്നു സാധ്യമല്ല, എന്നാൽ മറ്റൊരാൾ അവനില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഒരു സാധ്യത കണ്ടെത്തി. നമ്മുടെയും ജീവിതം ഇങ്ങനെ. നമ്മൾ പറയും എനിക്കൊരു കഴിവുമില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവനെ നോക്ക്, അവന് നല്ല കഴിവാണ്, ഞാൻ കഴിവ് കുറഞ്ഞവനാണ്. ബൈബിളിൽ തന്നെ വിക്കനായ മോശയുടെ ചരിത്രം അതാണ് പഠിക്കുന്നത്. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറയാം, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും മോശയെ ആ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ജനത്തെ, മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് വരുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പഠിക്കുമ്പോൾ കഴിവില്ല എന്ന് നമ്മൾ വിലയിരുത്തുന്ന പലരും പല ഉന്നത സ്ഥാനങ്ങളിലും എത്തിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഒരു മനുഷ്യനെ ജനറേറ്റ് ചെയ്ത് അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പോസിറ്റീവ് ചിന്താഗതി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ഉന്നതമായ വിജയം വരിക്കാൻ കഴിയും. നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ കഴിയേണ്ട. നമ്മൾ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്കും സന്തോഷം ജനിപ്പിക്കണം. നല്ല വാക്കുകൾ, തമാശ വാക്കുകൾ, മറ്റുള്ളവരെ ഉന്മേഷഭരിതരാക്കുന്ന വാക്കുകൾ നമുക്ക് പറയുവാനായിട്ട് കഴിയണം. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷായിരിക്കുവാൻ നമുക്ക് കഴിയണം. നെഗറ്റീവുകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ പോസിറ്റീവ് ചിന്താഗതികൾ കഴിവതും വളർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള പരിശ്രമം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക്, നമ്മുടെ ഇടയിലുള്ളവർക്ക്, നമ്മളെ കാണുന്നവർക്ക് പ്രയോജനമുള്ളവരായി മാറുവാൻ കഴിയും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ, ആശംസകളോടെ നിർത്തുന്നു.